ഈ കൗമാരക്കാരിയായ പെൺകുട്ടി വീണ്ടും ഈ വാടക വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നതും അവിടെ ഇദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആകെ പരിഭ്രാന്തയായതുപോലെ പെരുമാറുകയും നാട്ടുകാർ ഇടപെട്ട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ശിവൻകുട്ടിയുടെ മൃതദേഹം വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പോലീസിൻ്റെ അനുമാനം ഈ കൗമാരക്കാരിയും കൗമാരക്കാരിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന കൗമാരക്കാരനും ചേർന്ന് നടത്തിയ ആസൂത്രണത്തോടുള്ള കൊലപാതകം എന്നുള്ളതാണ്. അവരുടെ ഫോൺ സംഭാഷണങ്ങളും മറ്റും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു ഐഫോൺ വേണമായിരുന്നു, അതുപോലെ തന്നെ ഈ മറ്റ് 3 കൗമാരക്കാർക്ക് ബൈക്ക് വാങ്ങണമായിരുന്നു, ഇതിനുള്ള പണം കണ്ടെത്തണമായിരുന്നു. ഈ പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു ക്രൂരമായ കുറ്റകൃത്യവും കൊലപാതകവും ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോയ 4.5 പവൻ സ്വർണ്ണത്തിൽ ഏതാണ്ട് 1.5 ഗ്രാം കൊല്ലത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കുകയും 16,500 രൂപ ഇവർ വാങ്ങുകയും ചെയ്തിരുന്നു. അതടക്കം തൊണ്ടിമുതലുകളൊക്കെ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് അവർ പോയി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൽ ഈ ശിവൻകുട്ടി തന്നെ ബാഡ് ടച്ച് ചെയ്തിരുന്നു എന്നുള്ള കുട്ടിയുടെ മൊഴി പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ആദ്യഘട്ടം മുതൽ തന്നെ ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പെൺകുട്ടി പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറച്ച് കളയാൻ വേണ്ടി പറയുന്നൊരു നുണയായിരിക്കാം ഈ ബാഡ് ടച്ച് കഥ എന്നുള്ളതാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള അനുമാനം. അതല്ല, അങ്ങനെ ഒരു ബാഡ് ടച്ച് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് വിശദമായ അന്വേഷണം തന്നെ ഈ ഘട്ടത്തിൽ എന്തായാലും നടത്തുന്നുണ്ട്. ആ സാധ്യത പോലീസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ തരത്തിലൊരു ഹീനമായ കുറ്റകൃത്യത്തിലേക്ക് ഒരു പെൺകുട്ടിക്ക് 13 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ചോദ്യവും അവിടെ പ്രസക്തമാണ്. അവിടെയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം വളരെ പ്രാധാന്യമുള്ളതാകുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ കുട്ടിയെയും അമ്മയെയും ഉപേക്ഷിച്ച് പോയി. അതിനുശേഷം കുട്ടിയുടെ അമ്മ ഏറെക്കാലം വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുട്ടി നാട്ടിൽ ആയിരുന്നു, നാട്ടിൽ മറ്റുള്ളവരുടെ സംരക്ഷണത്തിലായിരുന്നു ഈ കുട്ടി കഴിഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ ശിഥിലമായ കുടുംബ അന്തരീക്ഷം ആ കുട്ടിയെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു റിബൽ സ്വഭാവമുള്ള ആളാക്കി മാറ്റി എന്നുള്ളതാണ് പോലീസിന് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഉണ്ടായ ചിന്തകളായിരിക്കാം ഈ പെൺകുട്ടിയെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ ആയിരിക്കാം ഈ പെൺകുട്ടി ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന ഒരു അനുമാനവും നിഗമനവും. എന്തായാലും ഇനിയിപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിൽ ഈ പെൺകുട്ടിയുടെ അതുപോലെ തന്നെ കൗമാരക്കാരുടെ പേരുകൾ, അതുപോലെ തന്നെ ശിവൻകുട്ടിയുമായി ഈ പെൺകുട്ടിക്കുള്ള ബന്ധുത്വം, ഇതൊക്കെ പറയുന്നതിന് നിയമപരമായ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കാത്തത്. എന്തായാലും